സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർ, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത്. രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. പ്രതിമാസം 1600 രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വരുന്നത് 9000 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ മൂലം അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട്. പെൻഷൻ നൽകാനായി രൂപീകരിച്ച കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ലിമിറ്റഡ് സമാഹരിച്ച 35,000 കോടി രൂപയിൽ 24,000 കോടി രൂപയും ഈ ഘട്ടത്തിൽ ഈ 2 വർഷ കാലയളവിൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പെൻഷൻ കമ്പനിയുടെ പുതുതായി ധനസമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിൻ്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. ഇതുകൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വെറും നാമമാത്രമായ സഹായമാണ് കേന്ദ്രത്തിൽ നൽകുന്നത്. അതുപോലും കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യമാണ്. സർ, ഇതിവിടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് പറയാനുള്ളത്. കിഫ്ബി സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികളിലായി 62,454.18 കോടി രൂപയുടെ 1066 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും 20,000 കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ പൂളിൽ ഉൾപ്പെടുത്തി 7 പദ്ധതികൾക്കും നാളിതുവരെ കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 32,738.25 കോടി രൂപയുടെ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികൾ 595 പദ്ധതികൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതും അതിൽ 14,830.76 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കാനും കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 21,817 കോടി രൂപയുടെ പദ്ധതികൾ പ്രവൃത്തി പുരോഗതിയിലാണ്. അംഗീകാരം നൽകിയ പദ്ധതികൾക്കായി നാളിതുവരെ 27,522 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ പുനഃസംഘടന രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു. പുനഃസംഘടനയ്ക്ക് ശേഷം നികുതി പിരിവിലും നികുതി ഭരണത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വകുപ്പിനെ 3 വിഭാഗങ്ങളായി പുനഃക്രമീകരിച്ചുള്ള നികുതി വെട്ടിപ്പ് ശാസ്ത്രീയമായി ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചും കണ്ടെത്താൻ കഴിയും. വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് വിവിധ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. സാർ, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് പ്രൊജക്ട് ഇൻഫർമേഷനും മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഓഡിറ്റ് വകുപ്പ് പ്രവർത്തനം നടത്തി വരുന്നു. ഈ വർഷം ഈ ആധുനികവൽക്കരണത്തിൻ്റെ സോഫ്റ്റ്വെയറിനുമായിട്ട് 2.11 കോടി രൂപ വകയിരുത്തുന്നു. ട്രഷറി വകുപ്പ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 22 ട്രഷറികൾ സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. കൂടുതൽ വേഗത്തിലും ഗുണനിലവാരത്തിലുള്ള സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം, കമ്പ്യൂട്ടറും മറ്റ് IT ഉപകരണങ്ങളും മാറ്റിസ്ഥാപിക്കൽ, ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഘടകങ്ങൾക്കായിട്ട് 7 കോടി രൂപയും ട്രഷറികളുടെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങളുടെ നവീകരണത്തിനായി 7.5 കോടി രൂപയും ഉൾപ്പെടെ ട്രഷറി വകുപ്പിന് 18.6 കോടി രൂപ വകയിരുത്തുന്നു.